രണ്ടോ മൂന്നോ സീറ്റുകളെങ്കിലും ജയിച്ചു കയറിയാൽ അത് ബി.ജെ.പിക്ക് ഉണ്ടാകുന്ന വളർച്ച, ഇമ്പാക്റ്റ് വളരെ വലുതായിരിക്കും. കേരളത്തിൽ ബി.ജെ.പി ആദ്യം പ്രതീക്ഷിക്കുന്ന വിജയം നേമത്ത് തന്നെയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, കേരള നിയമസഭയിലേക്ക് ബി.ജെ.പി ആദ്യം അക്കൗണ്ട് തുറന്നതും നേമത്താണ്, ഒ രാജഗോപാലിലൂടെ. എന്നാൽ തുടർന്ന് വന്ന ഇലക്ഷനിൽ ബി.ജെ.പി സ്ഥാനാർത്ഥിയായ കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷത്ത് വി ശിവൻകുട്ടി എം.എൽ.എ ആയി, മന്ത്രിയായി. നിയമം തിരിച്ചെടുക്കണം എന്നുള്ള വാശിയോടുകൂടി, നിയമം തിരിച്ചെടുക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടി ബി.ജെ.പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സര രംഗത്തുണ്ട്. ഇക്കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് മണ്ഡലാടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ 49,867 വോട്ട് നിയമമണ്ഡലത്തിൽ ബി.ജെ.പിക്കുണ്ട്, ജയിക്കാൻ ആവശ്യമായ വോട്ട്. അതോടൊപ്പം സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്നു എന്ന ഇമ്പാക്റ്റും ബി.ജെ.പി പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ബി.ജെ.പി ആദ്യം പ്രതീക്ഷിക്കുന്ന മണ്ഡലം നേമം തന്നെയാണ്, രാജീവ് ചന്ദ്രശേഖറിലൂടെ. പക്ഷേ കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന എല്ലാ മണ്ഡലങ്ങളിലും അനുകൂല സാഹചര്യം ഉണ്ടായത് ശബരിമല വിഷയത്തോടു കൂടിയാണ്. ഹിന്ദുക്കളിൽ വലിയൊരു വിഭാഗം ബി.ജെ.പിക്ക് അനുകൂലമായി, അതിനേക്കാൾ നന്നായി പറയുന്നത് ഇടതുപക്ഷത്തിന് എതിരായി. അങ്ങനെ ഭരണവിരുദ്ധ വോട്ടുകൾ കുറെ ബി.ജെ.പിക്ക് നേടാൻ കഴിയും, കുറെ കോൺഗ്രസിലേക്കും പോകും. തങ്ങൾക്ക് അധികമായി ലഭിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിന്റെ വോട്ട് വിജയത്തിലേക്കുള്ള നല്ല വഴിയായി മാറും എന്ന് ബി.ജെ.പി നേതൃത്വം പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ ഇലക്ഷന് തൊട്ടു മുമ്പേ നടന്ന FCRA പ്രശ്നങ്ങൾ ക്രിസ്ത്യൻ വിഭാഗത്തിന് ബി.ജെ.പിയോടുള്ള അടുപ്പം വലുതായി കുറച്ചു. അത് ബി.ജെ.പിക്ക് ഒരു തിരിച്ചടിയായി മാറും എന്നുള്ളതിന് സംശയമില്ല. കുറേശ്ശെ ക്രിസ്ത്യൻ വിഭാഗങ്ങൾ ബി.ജെ.പിയോട് അടുത്തുകൊണ്ടിരുന്ന സാഹചര്യവുമായിരുന്നു. അതോടൊപ്പം തന്നെ നേമത്ത് എന്ന് മാത്രമല്ല, കേരളത്തിൽ മുഴുവൻ ബി.ജെ.പിക്ക് ദോഷമാകാവുന്ന മറ്റൊരു സാഹചര്യം SDPIയുടെ നിലപാടാണ്. നേമത്ത് SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചു. SDPIയുടെ വോട്ട് കൺസോൾട്ടേഷൻ അത് LDFന് പോകുമോ UDFന് പോകുമോ എന്നുള്ള കാര്യത്തിൽ ആശങ്കയുണ്ട്. അത് LDFന് പോകാനാണ് നേമത്ത് സാധ്യത. എങ്കിലും അവിടെ രാജീവ് ചന്ദ്രശേഖരന്റെ വിജയം ബി.ജെ.പി 100% ഉറപ്പിക്കുന്നു. ബി.ജെ.പി തിരുവനന്തപുരത്ത് അടുത്ത് പ്രതീക്ഷിക്കുന്നത് കഴക്കൂട്ടമാണ്.